ഹലോ ഗൈസ്, നമ്മൾ ഫസ്റ്റ് ഒരു അക്കൗണ്ട് റിയാക്ട് ചെയ്യണതിൻ്റെ ഒരു ഷോർട്ട്സ് ഇട്ടു. അതിനുശേഷം രണ്ടാമതൊരു അക്കൗണ്ട് റിയാക്ട് ചെയ്യാനും കൂടിയുള്ള റിക്വസ്റ്റ് വന്നിരിക്കണേ. അപ്പോൾ ഇതാണ് 6 ഐസ്, ഇതാണ് മച്ചൻ്റെ അക്കൗണ്ട്. ഡിവിഷൻ 1 പ്ലെയർ ഒക്കെയാണ്. 1 lakh സംതിങ് റാങ്കൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി മൂപ്പരെ ഫേവറേറ്റ് കാർഡ് എന്താണെന്ന് ചെക്ക് ചെയ്യാം. വേറെ ഒന്നല്ല, ഈ കിടക്കണ പോൾ ഷോൾസ് ആണ് മച്ചാൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കാർഡ്. പഴയ ഒരു പെസ്സൊക്കെ കളിക്കുന്നവർക്കറിയാം ഈ പോൾ ഷോൾസിൻ്റെ ഒരു പവർ. ഇങ്ങേരി ഒരു 2020 തോന്നുന്നത്. ഇങ്ങേരി മിഡ് എന്നൊരു അടി അടിക്കും പോസ്റ്റിൻ്റെ ഉള്ളിലോട്ട്. അന്ന് 96 എങ്ങാനാണ് ആളെ മാക്സിമം ലെവൽ. കീടില്ല ഒരു സാധനമാണിത്. ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ലെജൻഡും കൂടിയാണ് ആൾ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നമ്മൾ കൂടുതലായിട്ട് സ്ക്വാഡ് ചെക്ക് ചെയ്യാം. ഈ അക്കൗണ്ടിൻ്റെ റേറ്റിംഗ്, അതായത് ഓവറോൾ സ്ട്രെങ്ത്ത് 3199 ആണ്. അതേപോലെ ക്യുക്ക് കൗണ്ടർ 4123 ഫോർമേഷൻ, അതായത് ക്ലാസിക് 4123. സോ ഈ ഒരു ഫോർമേഷനിൽ സ്ക്വാഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഡിഫൻസീവ് മിഡ്ഫീൽഡറാണ്. കാരണം നല്ല ഡിഫൻസീവ് പവറും അതേപോലെ തന്നെ ഒരു ഓർക്കസ്ട്രേറ്ററും ആണെങ്കിൽ മാത്രമേ കളി അങ്ങോട്ട് സെറ്റ് ആവുള്ളൂ, ഇല്ലേ നമുക്ക് പണി കിട്ടും. പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ അറ്റാക്കിംഗ് മിഡ്ഫീൽഡേഴ്സും അതേപോലെ സെൻട്രൽ ഫോർവേഡ്സും അത്യാവശ്യം നല്ല പേസും പാസിങ് എബിലിറ്റി ഉള്ളവരായിരിക്കണം, എല്ലെങ്കിലും നമുക്ക് പണി കിട്ടും. കാരണം ക്യുക്ക് കൗണ്ടർ കളിക്കുമ്പോൾ പെട്ടെന്ന് ബാക്ക് ലൈനിൽ നിന്നും ഫ്രണ്ട് ലൈനിലോട്ട് പാസ് പോകണം. അതേപോലെ തന്നെ നല്ല പേസിൽ സെൻട്രൽ ഫോർവേഡ്സ് ഓടും വേണം, എങ്കിൽ മാത്രമേ നമുക്കൊരു നല്ല രീതിയിൽ ഈ ഒരു ഫോർമേഷൻ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ഫോർമേഷനെ കുറിച്ച്. വാണ്ടർ സാറൊക്കെ ഉണ്ട്. വാണ്ടർ സാറാണ് മെയിൻ ഹൈ ലെവൽ കാർഡ്. ഓക്കെ ഗൈസ്, അത്രേ ഉള്ളൂ. വേറെ ഒന്നും